തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ കയറിയിട്ടുള്ളൂ കേട്ടോ. വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറിയതാണ്. കയറിയപ്പോൾ കണ്ട കാഴ്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്കിട്ടോ വണ്ടികളൊക്കെ എങ്ങനെ വരുന്നത് എന്നുള്ളത്. വല്ല തോട് മാതിരിയാണ് അവസ്ഥ. ആന്ധ്രാപ്രദേശിക്ക് കയറിയപ്പോഴും അതേപോലെ നമ്മളെ കേരളത്തിൽ നിന്നും ബോർഡർ ഉള്ള ഏരിയയിലൊക്കെ ഇതുപോലത്തെ റോഡ് ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും കുഴിയുള്ളത്. ഇതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇങ്ങനെ ചിന്തിച്ച് പോകുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ പെർഫെക്റ്റ് അടിപൊളി റോഡുകൾ, വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലാത്ത അങ്ങനത്തെ റോഡുകൾ, ക്വാളിറ്റി എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടിനെയും കേരളത്തിനെയും ആന്ധ്രനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥകളൊന്ന് കാണിട്ടോ. വണ്ടികൾ വരുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് ഡയറക്റ്റ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇത് കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് വലിയൊരു അടച്ചിലില്ലാതെ ഇങ്ങനെ താളത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ചെറിയ വണ്ടികളൊക്കെ നിരങ്ങി പിടിച്ചിട്ടൊക്കെയാണ് പോണത്. കാരണം ഒരു സൈഡ് ഇങ്ങനെ പൊന്തിയിട്ടും പിടിച്ചിട്ടൊക്കെ ആവുകയാണേ. ആക്ഷൻസ് കിട്ടാത്ത വണ്ടികളുണ്ടല്ലോ, അങ്ങനത്തെ വണ്ടികൾ. എന്നാലും ആ വണ്ടിയൊക്കെ പോകണമൊക്കെ നിങ്ങൾ. ഇത് മെയിൻ റോഡാണ്. അതായത് വില്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചിറ്റൂർ എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സ്ഥലത്തു നിന്ന് പോണ മെയിൻ റോഡാണ് ഈ കാണുന്നത്. വല്ല തോട്ടുകൂടിയും പുഴയിൽ കൂടിയും പോണ അവസ്ഥയാണ്. ഇങ്ങോട്ടൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് എവിടെയെങ്കിലും കണ്ടുക്കണോ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണത്? ഈ വണ്ടി വരുന്ന നോക്കിയിട്ടാ. അങ്ങോട്ടൊക്കെയാണെങ്കിൽ അത്രയും വലിയ കുണ്ടി. ഈ ലോറിൻ്റെ ആക്ഷൻസ് കാണുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാവുക. ആ ബാക്കിൽ വരുന്ന വണ്ടി നോക്കിയിട്ടാ എങ്ങനെ എടുക്കണമെന്നുള്ളത് നോക്കി. ഇതെങ്ങനത്തെ ചെറുവണ്ടികളാണ് കുടുങ്ങി പോവുക. അതൊക്കെ കറക്റ്റ് ആ ഒരു ലെവലിൽ പോന്നിട്ടില്ലെങ്കിൽ തിരിഞ്ഞളിക്കണേ. എന്താല്ലേ റോഡിൻ്റെ ഒരവസ്ഥകളെ. ഈ കുഴിയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഇപ്പുറത്തും കുഴി, ഇത്രയും വലിയ കുഴി, അപ്പുറത്തും അതേ അവസ്ഥ തന്നെ, ഇവിടെ ഇതേമാതിരി തന്നെ. ഇവിടെയൊക്കെ വണ്ടികളൊക്കെ ഇറങ്ങി കളിച്ചപ്പോഴാണ് ഞാനവിടെ നിർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇതെന്താണ് എന്നൊന്ന് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തത്. ഇങ്ങോട്ട് കൂട്ടിപ്പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേ കണ്ടണേ. ഒരു ഇന്നോവൻ്റെ അവസ്ഥയാണ് ഇട്ടത്. അപ്പോൾ ചെറു വണ്ടികളാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിലത്തെ റോഡ് ഇത്ര ഒന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ ഇതുപോലെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ നാട്ടുകാർ എന്ത് ചെയ്യും, മണ്ണിട്ട് നിരത്തും. അങ്ങനെ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതാണ് അവസ്ഥ. ഇവിടെ നാട്ടുകാരും തിരിഞ്ഞു നോക്കില്ല, ഗവൺമെൻറ്റും തിരിഞ്ഞു നോക്കില്ല. അത് ആന്ധ്രാപ്രദേശിലേക്ക് കയറിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ തമിഴ്നാട്ടിലത്തെ റോഡ് എന്തുമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് അതിൽക്കൂടെ യാത്ര ചെയ്ത് എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡുകളുള്ളത് തമിഴ്നാട്ടിലാണ്. നമ്മൾ തമിഴ്നാടും ആന്ധ്രാപ്രദേശും കേരളം തന്നെ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് പറയാനും പറ്റില്ല. ആ വണ്ടി വരുന്ന അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളിവിടെ മാലിക്കിന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി വണ്ടി എടുത്ത് ഇങ്ങനെ പോവാണ്. ഇതേ അവസ്ഥ തന്നെ, ആ കട്ടറുള്ള അതേപോലെ തന്നെ. നിങ്ങൾ കാണിട്ടോ, ഇതാ ഈ ഒരു ഏരിയത്തെ കുണ്ടൊക്കെയാണ് നിങ്ങൾ. ഒരു ലോറിയാണ് കയറി പോണത്, അത്രയും കുണ്ട്. ഇനി ആ കാറ് വരുമ്പോഴും ഈ ലോറി പോകുമ്പോഴും കറക്റ്റ് നോക്കിക്കോളിട്ടാ. അവിടുത്തെ കുണ്ടിൻ്റെ അവസ്ഥ അപ്പോൾ കറക്റ്റ് മനസ്സിലാവും.